അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ തന്നെ കോട്ടയത്ത് തന്നെ ഉണ്ട്. ഇത് പ്രസാദേട്ടൻ്റെ വീട്. ഈ സ്ഥലത്ത് നമ്മൾ മുമ്പ് 2 കൊല്ലം 3 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് തെങ്ങ് മുറിച്ച് പോയിട്ട്, അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള തെങ്ങാട്ടിയാണ്. പിന്നെ ഇവിടെയുള്ള ഈ കവുങ്ങൾ നിരത്തി അതും കളയണം. വീടുമ്പോൾ വീടുമെന്നുള്ള പേടി കൊണ്ടാണ്. പുള്ളി നാട്ടിലില്ല, പുള്ളി അയർലൻഡിലാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത് ഇവിടെ വന്ന് മുമ്പ് മുറിച്ച തെങ്ങാലാണ്. ഇപ്പോൾ ഇത് അവിടെ വേറെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കാര്യമാക്കി. ഇനിയിപ്പോൾ അടുത്ത തെങ്ങാണ്. ഇത് പേടിച്ചിട്ടാണ് ഇപ്പം മുറിക്കണത്. ദൂരം പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് പോകുന്നല്ലോ. പക്ഷെ പുള്ളിക്ക് എന്നാലും ധൈര്യമില്ല. നല്ല കായുള്ള തെങ്ങ, നല്ല ഭയങ്കര കൂമ്പാണ്. അതുമാതിരി കടയമേൽ നല്ല സ്ട്രോങ് തന്നെയാണ്, കുഴപ്പമില്ല തെങ്ങ്. അപ്പോൾ പിന്നെ പേടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്താ പറയുക, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. നമ്മൾ ദൂരം പറഞ്ഞ് കുഴപ്പമില്ല. പിന്നെ എന്തായാലും ഇപ്പോൾ കട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ച്. അപ്പോൾ അത് കയറാൻ പോകണം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. എനിക്കൊന്നും പറയാനില്ല, എനിക്കിത് കണ്ടിട്ട് പേടി. ഞാൻ പരിക്കകത്ത് കയറാൻ പോകും. എന്താണെന്നറിയാൻ അവർക്കെല്ലാം പറയാം. കാറ്റ് വന്നാലൊന്നും അങ്ങോട്ട് മറിയൊന്നുമില്ലല്ലേ? അതില്ല, മറിയാണെങ്കിൽ അങ്ങോട്ടേ മറിയുള്ളൂ, അത് അങ്ങോട്ടേ വീഴുള്ളൂ. അതിൻ്റെ നിപ്പിനനുസരിച്ച് വീഴണമെങ്കിൽ ഒന്നില്ല ഇതിലായിട്ട് എങ്ങനെ വീഴുള്ളൂ. പേടിച്ചിട്ട് പക്ഷേ മറിയല്ല. കാലൊരു ഗ്യാപ്പില്ലാത്തതുകൊണ്ട് പ്രശ്നം.
അവിടെ മറ്റേ പട്ട കാണുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ കോട്ടയത്തെ മറ്റൊരു തെങ്ങ് അതും കൂടെ കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ചെറിയ തെങ്ങുണ്ട്. പിന്നെ ഈ അടയ്ക്കാമരങ്ങൾ നിരത്തി 11 ഉണ്ട്. ഒക്കെ കളയാൻ പോകണം. എന്തിനാണ് കളയണതെന്നൊരു പേടിയില്ല. എന്തായാലും കളയാൻ പറഞ്ഞ് കളയുന്നു. അപ്പോൾ ഈ കോട്ടയത്ത് എത്തി വന്നോടെ തന്നെ രണ്ടാമത്തെ ഒരു വരവാണ്. 2.5 കൊല്ലമാവാനായി ഇവിടെ വന്ന് പോയി. പിന്നെയും ഒരു പണിയായിട്ട് വന്ന് വിളിച്ചത്. അതിൻ്റെ അടുത്ത് തന്നെ അറിഞ്ഞു. ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഈ വീട്ടിലുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത വീട്ടുകളിൽ അതെങ്ങനെ കണ്ടില്ലേ വന്നപ്പോൾ മുറിച്ചപ്പോൾ തെങ്ങ് കാണാൻ വേറെ കുഴപ്പമൊന്നുമില്ല. മുറിച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത്രയും തന്നെ കറക്റ്റ് ഇതിൻ്റെ ചോറ് ഈ ഹോള് ഫുള്ളായിട്ട് അടിയിക്കും. ഇതിൽ നിന്ന് വേറെ ഒന്നും പോയിട്ടില്ല. ഇപ്പോൾ ഇത്രയും നാളായിട്ടും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. അങ്ങനെ തന്നെ ആ ഹോള് വരെ ചേഞ്ച് വന്നിട്ടില്ല. മുറിച്ച് കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അപ്പോൾ ഇതാ വന്ന് കിടക്കണത് ആ വീഡിയോ ആണ്. അതൊന്ന് കയറി നോക്കട്ടാ. സൂര്യന് കാണുക.